എൻ്റെ പേര് ബാഹുലേനാണ്. അനുച്ചൂർ സ്വദേശിയാണ്. ദേശീയ കായികതരം 7 വയസ്സുകാരനെ ക്രൂരമർദ്ദനം 6 മാസമായി ക്രൂരമർദ്ദനമാണെന്ന് പറയുന്നുണ്ട്. അഞ്ജനയാണ് അമ്മയുടെ പേര്. അഞ്ജന നോക്കിക്കൊണ്ടിരിക്കുക തന്നെ രണ്ടാം അച്ഛനാണ് ക്രൂരമർദ്ദനം നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പോർട്ട് സ്റ്റേഷനിലുള്ള പോലീസിനെ അനുവിനെ അറസ്റ്റ് ചെയ്തു ഇട്ടിട്ടുണ്ട്. അമ്മയെ ഇപ്പോൾ അഞ്ജനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോർട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത്. 7 വയസ്സുകാരനാണ്, ആറ്റുകാൽ സ്വദേശിയാണ്. കൊച്ചിനെയാണ് 6 മാസമായി ക്രൂരമർദ്ദനം നടത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കുക. അതും അച്ഛനും കൂടിയാണ് ഈ മർദ്ദനം. സ്വന്തം അച്ഛൻ എന്ന് പറയുന്നത് അച്ഛൻ പരാതി കൊടുത്ത് പോർട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പ്രശാന്താണ് സ്വന്തം അച്ഛൻ പരാതി കൊടുത്ത് ഇവർ തമ്മിൽ 1 കൊല്ലമായി വേർപിരിഞ്ഞ് നിൽക്കുന്നു എന്ന് അച്ഛനും ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞ് നിൽക്കുന്നു. അതിനുശേഷമാണ് ഈ രണ്ടാമത് കെട്ടിയിട്ടില്ല, ബന്ധത്തിലേക്ക് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അതിനുശേഷമാണ് ഈ കുട്ടിയെ പച്ചമുളക് കഴിപ്പ്, അതിനുശേഷം തന്നെ നമുക്ക് മുളക് പൊടി തൂറ്റൽ, ചട്ടവും പഴിപ്പിച്ച് വയറ്റിൽ വെയ്പ്പ്, ചട്ടവും പഴിച്ച് വയ്ക്കൽ, അതുപോലെ തല കീഴാകെ കെട്ടിയിട്ട് ഫാനിൽ കെട്ടിയിട്ട് സന്തോഷം പ്രകടിപ്പിപ്പ് എന്നിവയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും തലസ്ഥാന നഗരി ആറ്റുകാൽ തലസ്ഥാന നഗരിയിലാണ് ഇങ്ങനെ ഒരു സംഭവം, ഞെട്ടിക്കുന്ന വാർത്ത നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളും നൽകുന്നത്. ഇത്രയും 7 വയസ്സായ കുട്ടി 6 മാസമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം അച്ഛനെ ഉടൻ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അവനും നല്ല ശിക്ഷ കൊടുക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ അമ്മയും ഇവർക്ക് വധശിക്ഷയെ കുറഞ്ഞ് ഒന്നും കൊടുക്കല്ലെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും 7 വയസ്സുകാരനെ പീഡിപ്പിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? എന്താണ് ഇതിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല. ആ പോർട്ട് സ്റ്റേഷനിൽ നമ്മൾ പോയപ്പോൾ പോലീസ് പറയണ കേട്ട് കഴിഞ്ഞാൽ യവനെ നല്ല അടി കൊടുക്കണമെന്നാണ് പറയുന്നത്. യവനെ ഇതുപോലെ മുളക് പൊടി തൂറ്റി വയറ് കീറിയിട്ട് തൂറ്റി കൊടുക്കണം. ഇങ്ങനെ ഉള്ളവൻ യവനാണോ ഒരു രണ്ടാം അച്ഛൻ? സ്വന്തം അച്ഛൻ പരാതി കൊണ്ടു കൊടുത്തിരിക്കണമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അത് തന്നെ ഒരു ആരാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തത് ഈ 6 മാസമായി അടിച്ചത്? അത് ബന്ധുക്കളെ വീട്ടിൽ പോയപ്പോൾ അവർ കണ്ടതിന് ശേഷമാണ് പോലീസിൽ പരാതി അറിയിച്ചത്. അതിനുശേഷമാണ് കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ കുട്ടിയെല്ലാം പറഞ്ഞ് തല കിടത്തിയിട്ടാണ് കയറിട്ട് കെട്ടിയിട്ട്, അതുപോലെ പട്ടിയെ കെട്ടുന്ന ചങ്ങലിട്ട് അടിക്കുന്നുണ്ട്, ബെൽറ്റ് ഇട്ട് അടിക്കുന്നുണ്ട് ഈ കുട്ടിയെ. ഇതൊക്കെ ഭയങ്കര ക്രൂരമായ ഒരു ഇതാണ്. ഇത് ബോംബെയിലൊക്കെ നടക്കുന്ന പോലെ ഇപ്പോൾ കേരളത്തിലും ഇത് അനുഭവപ്പെടുന്നതിന് നമുക്ക് മനസ്സിലാകും. അതും ഒരു കൊച്ചു കേരളത്തിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. ഇതിനെക്കാട്ടും ഞെട്ടിക്കുന്ന വാർത്ത ഇതിനു മുമ്പും കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മളും തലസ്ഥാന നഗരിയിൽ നിന്നും എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.